ഹലോ പ്രിയ സുഹൃത്തുക്കളെ, വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്ന് നിങ്ങളുടെ മുമ്പിൽ. ഇത് കോവിഡിൻ്റെ കാലമാണ്, അതേപോലെ തന്നെ എക്സ്ട്രീം സമ്മറുമാണ്, ചൂട് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ചൂട് വളരെ കൂടുതലും ഈ കോവിഡ് പ്രമാണിച്ച് കുട്ടികളും നമ്മളൊക്കെ വീട്ടിൽ കൺഫൈൻഡ് ആയിരിക്കുന്ന ഒരവസ്ഥയിൽ നമുക്ക് കുട്ടികളെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് തൃപ്തിപ്പെടുത്താൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ളൊരു സമയത്ത് കുട്ടികളോട് അമ്മ എന്താ കഴിക്കാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ ചേമ്പ് പുഴുങ്ങിയതുണ്ട്, അല്ലെങ്കിൽ ചേമ്പ് ഉലർത്തിയതുണ്ട്, അല്ലെങ്കിൽ ചേമ്പ് മെഴുക്കരട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് കുട്ടികൾ എന്താ പറയുക, അയ്യേ ഞങ്ങളാരും ചേമ്പ് കഴിക്കില്ല, അവർക്കാർക്കും ചേമ്പ് ഇഷ്ടമല്ല. പക്ഷേ ഒരു ചെറിയ ട്രിക്ക് കൊണ്ട് ഈ ചേമ്പ് നമ്മൾ അവരെ കണ്ട് നല്ലവണ്ണം ആസ്വദിച്ച് കഴിപ്പിക്കാൻ പറ്റിയ ഒരു ട്രിക്കാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഈ ചേമ്പ് എന്തിനാണെങ്കിൽ അവരെ കണ്ട് നിർബന്ധിച്ച് കഴിപ്പിക്കണമെന്ന് വെച്ചാൽ ചേമ്പ് വളരെ മെച്ചമായിട്ടുള്ള ഒരു ട്യൂബറാണ്. വളരെ ബെനിഫിറ്റ്സ് ഉണ്ട് ന്യൂട്രീഷണലായിട്ടും ഫൈബർ കണ്ടൻറ്റ് രീതിയിലും. അത് ഞാനിപ്പോൾ ഇതിനകത്ത് വിശദമായിട്ട് പറയുന്നില്ല. സോ ആർക്കും ഇഷ്ടമില്ലാത്ത ചേമ്പ്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്ത ചേമ്പ് അവരെ കണ്ട് കഴിപ്പിക്കാനുള്ളൊരു പരിപാടിയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പാല് വേണം, ദെൻ നല്ലവണ്ണം പുഴുങ്ങി ഉടച്ച ചേമ്പ്, ഉപ്പിടാതെ നല്ലവണ്ണം പുഴുങ്ങി ഉടച്ച ചേമ്പ്. അടുത്തതായിട്ട് വേണ്ടത് ഫലൂഡ സീഡ്, ബേസിൽ സീഡ്സ് ആണ്. ഫലൂഡ സീഡ് എന്ന് പറയും. അത് വെള്ളത്തിലിട്ട്, നിങ്ങൾ ഫലൂഡയൊക്കെ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ ചെറിയ ബോൾ പോലെ കിടക്കുന്ന കാണാം. അത് വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ് ഈ ഫലൂഡ സീഡ്. ദെൻ അവസാനമായിട്ട് ഹണിയാണ്. ഒന്നുകിൽ തേൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കാം. ഞാൻ തേനാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്, ഹെൽത്ത് വൈസ് അത് വളരെ നല്ലതായതുകൊണ്ട്. സോ ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ 2 തുള്ളി വാനില എസൻസ് ഒഴിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കളർ വേണമെങ്കിൽ ഓർഗാനിക് കളർ കിട്ടുവാണെങ്കിൽ ഓർഗാനിക് കളർ ആഡ് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന് പച്ച കളർ ഒരു ഡ്രോപ്പ് ഒഴിച്ച് പിസ്ത എസൻസ് ഒഴിക്കുകയാണെങ്കിൽ അത് പിസ്ത ടേസ്റ്റിലും കളറിലും വരും. ഇപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു മിൽക്ക് ഷേക്കാണ്. ഈ മിൽക്ക് ഷേക്കിൻ്റെ പേര്, ചേമ്പിൻ്റെ ശരിയായിട്ടുള്ള ഇംഗ്ലീഷ് പേര് കൊളക്കേഷ്യ എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ അതിന് ടാരോ എന്നൊരു വാക്കും കൂടിയുണ്ട്, ടാരോ. അപ്പോൾ ടാരോ മിൽക്ക് ഷേക്കാണ് ഞാനിന്ന് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇത് ഉണ്ടാക്കിയിട്ട് ഇതുകൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് കുട്ടികളോട് പറയാതിരിക്കാമെങ്കിൽ പിള്ളേരെ കുടിച്ച് കഴിഞ്ഞിട്ട് പറയും, ഓ വാവ് സൂപ്പർ എന്ന് പറയും, ഉറപ്പാണ്. അപ്പോൾ അവരറിയില്ല ഈ നേരത്തെ കാണിച്ച ഈ സാധനമാണ് അവർ കഴിക്കുന്നതെന്ന് അവരറിയില്ല. സോ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമ്മൾ പുഴുങ്ങി ഉടച്ചു വെച്ച, ഉപ്പിടാതെ പുഴുങ്ങി ഉടച്ചു വെച്ച ചേമ്പ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം. പുഴുങ്ങി ഉടച്ചു വെച്ച ചേമ്പ് ആഡ് ചെയ്യുക. ഇനി അതിനകത്തേക്ക് നമ്മൾ കുറച്ച് മിൽക്ക് ആഡ് ചെയ്യും. അതുകൂടാതെ ഞാൻ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയതാണ്. ഫ്ലാക്സ് സീഡ് വളരെയധികം നല്ല സാധനമാണ്. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്, ഫൈബർ ഉണ്ട്, ഒക്കെ ഉള്ളൊരു സാധനമാണ് ഫ്ലാക്സ് സീഡ്. അതിനെക്കുറിച്ച് പിന്നീട് ഞാൻ വിശദമായിട്ട് പറയാം. 1 ടീസ്പൂൺ ഫ്ലാക്സ് സീഡ് പൗഡർ അതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ ഫ്ലാക്സ് സീഡ് പൗഡർ. ദെൻ ആഡ് ചെയ്യുന്നത് ഹണിയാണ്. സോ ഹണി ആഡ് ചെയ്യുന്നു. ആവശ്യത്തിന് ഹണി ആഡ് ചെയ്തു. ഹണി ആഡ് ചെയ്ത ശേഷം ഇനി നമ്മൾ ഒരു ചെറിയ മിക്സിക്കകത്ത് അടച്ചിട്ട് അത് സാധാരണ മിൽക്ക് ഷേക്ക് അടിക്കും പോലെ അടിക്കാൻ പോവാണ്. മതി, ഇത്രേ ആവശ്യമുള്ളൂ. ഇതിപ്പോൾ നമ്മുടെ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ ടേസ്റ്റ് നമുക്ക് നോക്കാം. ടേസ്റ്റ് നോക്കുന്നതിന് മുമ്പ് അതിനകത്ത് കുറച്ച് ഫലൂഡ സീഡ് നമുക്ക് ആഡ് ചെയ്യാം. ഫലൂഡ സീഡ് 1 ടീസ്പൂണോ 2 ടീസ്പൂണോ ഒക്കെ ഫലൂഡ സീഡ് ആഡ് ചെയ്യാം. ഫലൂഡ സീഡ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കാം. കുറച്ചുകൂടെ ആഡ് ചെയ്യാം, കുഴപ്പമില്ല. ഇനി ഈ സ്റ്റേജിലാണ് നിങ്ങൾക്ക് ഇതിനകത്ത് വാനില എസൻസോ അല്ലെങ്കിൽ പിസ്ത എസൻസ് ചേർത്തിട്ട് പിസ്ത കളറോ അല്ലെങ്കിൽ റോസ് എസൻസ് ചേർത്തിട്ട് റോസ് കളറോ ഒക്കെ ചേർക്കാവുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. സോ ഇത് നമ്മുടെ ടാരോ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് ടേസ്റ്റ് നോക്കാൻ പോവാണ്. അത്യുഗ്രൻ. ഞാനൊരു ഫ്ലേവറിങ്സ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. എന്തെങ്കിലും ഫ്ലേവറിങ്സോടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ